മുക്കുബണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയ കേസിൽ അന്തർസംസ്ഥാന സംഘത്തിലെ പ്രധാന പ്രതികൾ പിടിയിലായി. തമിഴ്നാട്ടിലെ ഒളിയിടത്തിൽ നിന്ന് സാഹസികമായിട്ടാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കൊല്ലം പത്തനാപുരം പോലീസിന്റെ നീക്കമാണ് പ്രതികളെ വലയിലാക്കിയത്. മുക്കുബണ്ടം നിർമ്മിച്ച് അത് പണയപ്പെടുത്തി പണം തട്ടുക. കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയത് 1,60,00,000 രൂപ. സംസ്ഥാനത്തും പുറത്തുമായി വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിൽ തട്ടിപ്പ്. ആദ്യം ചെറിയ രീതിയിൽ ആരംഭിച്ച തട്ടിപ്പ് വൻതുകയിലേക്ക് മാറി. മുക്കുബണ്ടം നിർമ്മിച്ചു നൽകിയ വൈക്കം സ്വദേശി ബിജു, ഇത് സംസ്ഥാനത്തുടനീളം കൈമാറിയ കോട്ടയം സ്വദേശി അനുചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പത്തനാപുരം മാങ്കോട് സ്വദേശിയായ മുഹമ്മദ് ഷബീറാണ് തട്ടിപ്പിലെ പ്രധാന കണ്ണി. ഇയാളെ പത്തനാപുരം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടാളികളായവരെ കുറിച്ച് വിവരം കിട്ടിയത്. ബിജുവായിരുന്നു വിവിധ വലിപ്പത്തിലും തൂക്കത്തിലുമുള്ള മുക്കുബണ്ടങ്ങൾ നിർമ്മിച്ചിരുന്നത്. അനുചന്ദ്രൻ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകും. ഇവ മുഹമ്മദ് ഷബീർ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ച് പണം വാങ്ങും. മുക്കുബണ്ടം വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ വിവിധ ബ്രാഞ്ചുകളിലായി പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാതെയാണ് ചതി നടത്തിയിട്ടുള്ളത്. ആദ്യം ചെറിയ സ്വർണം എമൗണ്ടിന് സ്വർണം കൊണ്ടുവച്ച് വിശ്വാസം നേടിയതിനു ശേഷം പിന്നീട് ബൾക്കായിട്ട് വലിയ തൂക്കത്തിൽ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് ISI മാർക്ക് അടക്കം പതിച്ചായിരുന്നു മുക്കുബണ്ടങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല പണമിടപാട് സ്ഥാപനങ്ങളിലും ഇവരുടെ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മുഹമ്മദ് ഷബീർ പിടിയിലായതോടെ പ്രതികൾ രണ്ടുപേരും തമിഴ്നാട് ഈറോഡിലേക്ക് കടന്നു. അവിടെ ഗുണ്ടകളുടെ സംരക്ഷണയിൽ കഴിഞ്ഞ പ്രതികളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ അനുചന്ദ്രൻ എന്ന് പറയുന്ന പ്രതി ഈ അഡ്മിഷൻ നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിസിനൊക്കെ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ കോടികൾ തട്ടിയിട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നതാണ്. പത്തനാപുരം പോലീസ് SHO R ബിജു, SI ശരലാൽ, ഗ്രേഡ് SI ആമീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ പത്തനാപുരം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.